ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു വ്ളോഗ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടി ഇതാ ട്യൂഷന് പോവുകയാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. ട്യൂഷന് പോവുകയാണ്. മാമി കുട്ടി ടാറ്റ കൊണ്ടുത്തരൂ. മാമി കുട്ടി തരത്തരൂ. 10ാം ക്ലാസ്സിലെ കുട്ടിയാണ് പോകുന്നത്. എടാ ഒരു തോൽക്കടാ, ഒരു തോൽക്കും നീ വിഷമിക്കണ്ട, പോയി വരൂ. ടീച്ചമോൾ ഒരു ഹായ് തരൂ. നമ്മുടെ അനിയത്തിനെ ഭയങ്കര പേപ്പർ വായനയാണ്, പക്ഷെ ഒന്നും എവിടെയോ എന്തോ വായിക്കുകയാണ്. ഫസ്റ്റ് വണ്ടി പഴയ വണ്ടിയിലെ പുതിയ വണ്ടി നമ്മളിത് കഴുകി കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ അത് കഴുകുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇതൊന്ന് വീഡിയോ ആക്കിയല്ലോ യൂട്യൂബിൽ, അതാ കഴുകാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്പം ഈ പഴയ വണ്ടി കഴുകണം, പുതിയ വണ്ടി കഴുകി കുട്ടപ്പനാക്കിയിരിക്കുകയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ പഴയ ആക്റ്റീവ നമ്മളിതാ ഇവിടെ ഉരച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മന എടുക്കാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് കുറവാണ്, ടയർ പഞ്ചറായിട്ടുണ്ട്. അപ്പോൾ പഞ്ചർ ഒട്ടിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ടയർ വേറെ ഒന്ന് മാറ്റണം. ഇത് നമ്മൾ റെൻറ്റിന് താമസിക്കുന്ന ഓരോ വണ്ടിയാണ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം. നിങ്ങളിത് കണ്ടോ? ഇത് കാട്ടുചെടിയല്ല, ഇത് ചെടിയാണ്. നമ്മളെ ഓൺലൈനിലൊക്കെ മീഷോയിലും കാര്യങ്ങളൊക്കെ ഇത് നല്ല റേറ്റുള്ളൊരു ചെടിയാണ്. അതുപോലെ ഇതും ആണെന്ന് തോന്നുന്നു ഈ സംഭവം. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റാക്കി എടുത്താലോ? ഉണ്ടോ? ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പറിച്ചെടുക്കട്ടെ. എനിക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല. ഇതൊരു മതിൽമേൽ കിടന്ന നമ്മളെ ചെടിയാണെന്ന് ആരെങ്കിലും പറയുമോ? കണ്ടോ? നമ്മൾ ടാങ്കിൻ്റെ മുകളിലോട്ട് വെച്ചേ. അതേപോലെ ഈ ചെടിയും മറ്റേ ചെടി ഞാൻ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, അതെനിക്കൊരു ഭംഗി തോന്നിയില്ല. നല്ല ഭംഗിയല്ലേ? അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാം. നമ്മുടെ വീട്ടിലും ഉണ്ടാവും ചെടികളൊക്കെ. എന്ത് ഭംഗിയാ കാണാൻ. ഹലോ ഗായ്സ്, ഇതാ പുറത്ത് നല്ല മഴയാണ്. മഴയത്ത് ഇതാ എൻ്റെ ചെടികളൊക്കെ നനഞ്ഞ് കുളിച്ച് അടിപൊളിയായിട്ട്. അപ്പോൾ എനിക്ക് കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട് മഴയത്ത് ഇറങ്ങിയിട്ട്, പക്ഷേ നമുക്കത് പറ്റൂല. ഇപ്പോഴത്തെ മഴ കൊണ്ടാൽ സീനാവും. മഴയത്ത് കഴിക്കാൻ പോകുന്നത് ഇതാ അരി വറുത്തതാണ്. അതിൻ്റെ പ്രൊപ്രൈറ്റർ അപ്പോൾ നമ്മളെ ജീജേച്ചിയാണ് അത് അരി വറുത്തിട്ട് സെറ്റാക്കി തന്നത്. ഇജമോൾ അമ്മയുടെ അനിയത്തി നാത്തുത വെട്ടി വിഴുങ്ങുന്നുണ്ട് ഇവിടെ. അമ്മ തിന്നണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ടാണ് അമ്മയ്ക്കുള്ളത്. പിള്ളേർക്ക് നാളെ എക്സാം ആണെന്ന് തോന്നുന്നുണ്ട്, മൊബൈലിൻ്റെ ടാബിൻ്റെ ഒക്കെ. അവർ ഭയങ്കര തിരക്കിലാണ്. ഞാൻ വിയർത്തൊഴുകുകയാണ്, എന്താ അറിയില്ല, മഴ പോലെ ഞാനും വിയർക്കുകയാണ് ഗൈസ് ഇവിടെ. അപ്പോൾ ഭയങ്കര മത്സരമാണ് തോന്നുന്നത്. എന്നെ ഇവർ വിളിക്കുന്നവർ ഭയങ്കര അവരുടെ കടയിൽ നല്ല വെള്ളമുണ്ട് അത്ര. അതെ, മെനു. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട്? അത്ര എന്തെങ്കിലും പറയാനുണ്ടോ? ഇവരൊന്നും വരാത്തതാണ്, എന്താ അറിയില്ല, മഴ ആയതുകൊണ്ടാവും എല്ലാവരും ദിലു, നമുക്ക് എന്താ പറയാനുള്ളത്? മലയാളം